ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 2 പാർട്ട് 2 ആണ് കാണാൻ പോകുന്നത്. കാങ് ഹോ ഒരു പാർട്ടിയിൽ ചെക്കിംഗ് ഓഫീസറായി പോകുന്നതും അവിടെ ഹായോങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ തായ്സൂണിൻ്റെ മകളാണ് ഹായോങ് എന്നത് കാങ് ഹോയ്ക്ക് ഓർമ്മ കാണില്ല. പാർട്ടിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന ഇൻഫോർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് കാങ് ഹോ വന്നത്. ഹായോണിനെ ബോധമില്ലാതെ കാണുന്നതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കാങ് ഹോ അത് ചെവിക്കൊള്ളില്ല. അങ്ങനെ ബാഗ് ചെക്ക് ചെയ്യുന്നതും അതിൽ നിന്നും ഒരു പാക്കറ്റ് പൊടിയും കിട്ടും. ഹായോങ് അത് പാനിക് അറ്റാക്കിന് കഴിക്കുന്ന മരുന്നാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാതെ ആ ബാഗ് മുഴുവനും വലിച്ചു കീറും കാങ് ഹോ. അപ്പോഴാണ് ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നും ഡ്രഗ് ടെസ്റ്റിന്റെ റിസൾട്ട് നെഗറ്റീവ് ആണെന്നത് ഓഫീസർ വന്ന് പറയുന്നത്. ഇത് തായ്സൂണിന്റെ മകളാണെന്ന് അറിയുന്നതോടെ അവിടുത്തെ സീനിയർ ഓഫീസർ പെട്ടെന്ന് തന്നെ ഹായോണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായി പറയും. ഇത് എത്ര വില കൂടിയ ബാഗാണെന്നറിയാമോ? നിന്റെ ജീവനേക്കാൾ ഇതിന് വിലയുണ്ട് എന്ന് പറഞ്ഞ് കാങ് ഹോയുടെ മുഖത്തടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാങ് ഹോ അതിനു പകരമായി പുതിയ ബാഗ് വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാതെയാണ് ഹായോങ് അവനെ അടിച്ചത്. അവിടെ നിന്നും ഇറങ്ങിപ്പോയ സ്പീഡിൽ തന്നെ ഹായോങ് തിരിച്ചു കയറി വന്ന്, ഞാൻ ഇവിടെ വന്ന കാര്യം ദയവ് ചെയ്ത് അച്ഛനോട് പറയരുത്. അച്ഛൻ അറിയാതെയാണ് ഞാൻ പാർട്ടി അറ്റൻഡ് ചെയ്തത്. പറയാതിരുന്നാൽ ഈ ബാഗ് എനിക്ക് വാങ്ങി തരണ്ട എന്ന് പറഞ്ഞ് ഡീൽ ഉറപ്പിച്ചാണ് ഹായോങ് അവിടെ നിന്ന് പോകുന്നത്. അടുത്ത ദിവസം ഗ്രൗണ്ടിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഹായോങ്ങിനെ കാണാൻ കാങ് ഹോ വരും. നിന്റെ ബാഗിന് പകരം പുതിയ ബാഗ് എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് അവളുടെ കയ്യിൽ ഏൽപ്പിക്കും. അത് ലിമിറ്റഡ് എഡിഷൻ ആണല്ലോ, അത് കിട്ടാൻ ഒരു ചാൻസുമില്ല എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് തുറന്നു നോക്കുന്നതും അതിൽ ഒരു തുണി കൊണ്ടുള്ള ബാഗാണ് ഉണ്ടായിരുന്നത്. നിന്റെ അച്ഛൻ്റെ സിംപ്ലിസിറ്റിക്കും പാവങ്ങളോടുള്ള സ്നേഹവും കാരണമാണ് അദ്ദേഹത്തോട് എല്ലാവർക്കും ഇത്ര റെസ്പെക്റ്റ്. അതുകൊണ്ട് തന്നെ നീയും ഈ വില കൂടിയ ബാഗൊക്കെ ഉപേക്ഷിച്ച് ഇതുപോലുള്ള ബാഗ് വേണം ഉപയോഗിക്കേണ്ടത് എന്ന് പറയും. പിന്നെ പാനിക് ഡിസോർഡറിന് മെഡിസിൻ കഴിക്കുന്നതിലും നല്ലത് ഈ ഫ്രൂട്ടാണെന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം ഫ്രൂട്ട് കവർ നിറയെ കൊടുക്കും. ഇതിൽ ഹായോങ് വളരെയധികം ഇംപ്രസ്ഡ് ആകും. പിന്നീട് ഒരു ദിവസം കാങ് ഹോയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തായ്സൂണിന് ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. തായ്സൂണും വളരെ സന്തോഷത്തോടെ തന്നെ കാങ് ഹോയെ വെൽക്കം ചെയ്യും. അങ്ങനെ ഒരുപാട് നേരം സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയും. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് കഴിയുന്നതും എൻ്റെ മരുമകനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വൈഫിനെയും ഹായോങ്ങിനെയും പുറത്തേക്ക് പറഞ്ഞു വിടും. അവർ പോയി കഴിയുന്നതും തായ്സൂൺ കാങ് ഹോയുടെ കോളറിന് കുത്തിപ്പിടിച്ച്, 2 ആഴ്ച സമയം ഞാൻ നിനക്ക് തരും, എത്രയും പെട്ടെന്ന് അവളുമായി ബ്രേക്കപ്പ് ചെയ്ത് ഇവിടെ നിന്ന് പൊക്കോണം എന്ന് പറയും. ഡോക്സാങ് ഗ്രൂപ്പിന്റെ ഓണറിന്റെ മകനുമായി ഞാൻ അവളുടെ കല്യാണം ഉറപ്പിച്ചതാണ്. അതേ ഞാൻ നടക്കാൻ സമ്മതിക്കൂ. നിന്നെ പോലെ ഒരു ഗതിയും ഇല്ലാത്തവനൊന്നും എന്നെ അച്ഛ എന്ന് വിളിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് അപമാനിക്കും. അങ്ങനെ അതിന്റെ പ്രതികാരം എന്നോളം പണ്ട് തായ്സൂൺ സോങ്മുവിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അയാളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന സോയൂൺ എന്ന സ്ത്രീയുമായി തായ്സൂണിന് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ അവർക്ക് ഒരു കുട്ടിയുമുണ്ട് എന്നുള്ള വിവരം കാങ് ഹോ കണ്ടുപിടിക്കും. ആ കുഞ്ഞിൻ്റെ DNA റിസൾട്ടിൻ്റെ പേപ്പർ സോങ്മുവിൻ്റെ കയ്യിലാണ് കൊണ്ടുകൊടുക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, സോങ്മുവിൻ്റെ കൂടെയാണ് തായ്സൂൺ ആദ്യം വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഒരവസരത്തിൽ സോങ്മുവിൻ്റെ കമ്പനിയെ ചതിച്ച് മകൾക്ക് ഇപ്പോൾ കല്യാണം ആലോചിച്ച് വച്ചിരിക്കുന്ന ഡോക്സാങ് ഗ്രൂപ്പിന്റെ കൂടെ കൂടും. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന സോങ്വും വളരെ ഹാപ്പി. ഇപ്പോൾ നീ ഇത് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് തിരക്കുമ്പോഴാണ് കാങ് ഹോ എന്നെ നിങ്ങളുടെ ലീഗൽ സണ്ണായി അഡോപ്റ്റ് ചെയ്യണം,
എന്നാൽ മാത്രമേ എനിക്ക് തായ്സൂണിൻ്റെ മകളായ ഹായോങ്ങിനെ വിവാഹം ചെയ്യാൻ പറ്റൂ. നമുക്ക് 3 പേർക്കും സന്തോഷമായി ഒരു കുടുംബം പോലെ ജീവിക്കാം എന്ന് കാങ്ഹോ പറയും. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് സോങ്വോ തിരിച്ചു ചോദിക്കുമ്പോൾ, അച്ഛൻ ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടി മറ്റെന്ത് ചെയ്യാനാ, മറ്റൊരു അച്ഛനെയും കുടുംബത്തെയും കണ്ടുപിടിക്കും. ഇത് കേൾക്കുന്നതും സോങ്വു ഒരച്ഛന് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നത്, എനിക്കും സമ്മതമാണെന്ന് മറുപടി പറയും. അടുത്ത ദിവസം സോങ്വു തായ്സൂണിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കും. സോയൂണുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കണമെങ്കിൽ അവന് നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നീ അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തു. അതുകൊണ്ട് അവൻ നീ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളെല്ലാം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നു. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ എൻ്റെ ലീഗൽ സണ്ണായി കാങ്ഹോയെ അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ എല്ലാ ബിസിനസ്സും ഇനി അവനായിരിക്കും നോക്കി നടത്താൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് സോങ്ങു അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ 3 പേരും കൂടി ഒത്തുകൂടി ആ സ്ത്രീയെ കൊന്ന് തെളിവ് നശിപ്പിക്കാനായി തീരുമാനിക്കും. പിന്നീട് കാങ്ഹോ സോയൂണിനെ കാറിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ നിൽക്കുന്നതിലും സേഫ് കൊറിയയിലേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞ് അവർക്ക് കുടിക്കാനായി ജ്യൂസും കൊടുക്കും. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് ബോധം പോകുന്ന അവരെയും ആ കുഞ്ഞിനെയും കാറോടുകൂടി വെള്ളത്തിലേക്ക് തള്ളിയിടും. ഇത് മറ്റ് 2 പേരെയും വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മിജോ നെയിൽ ആൻഡ് നെയിൽ എന്ന പേരിൽ പുതിയ ഒരു സാലൂൺ സ്വന്തമായി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി എൻ്റെ മക്കളെയും എനിക്ക് എന്നോടൊപ്പം കൊണ്ടു നിർത്താമല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ച് കരയും. ഇവർ 2 പേരും കൂടെയാണ് ഈ സാലൂൺ സ്റ്റാർട്ട് ചെയ്തത്. ഗ്രാമത്തിൽ ഇതേ സമയം കാങ്ഹോ അവൻ്റെ അമ്മയെ കാണാനായി വരുന്നു എന്നറിഞ്ഞ് എല്ലാവരും ഒത്തുകൂടി അവരെ വെൽക്കം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. കാങ്ഹോയുടെ അമ്മയോട് സാമിൻ്റെ അമ്മയാകട്ടെ, അവൻ പ്രോസിക്യൂട്ടർ ആയിട്ട് ഇതുവരെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിന്നെന്തിനാണ് ഇവിടെയുള്ള എല്ലാവരും കൂടി അവന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകും. അങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നത് കാണുമ്പോഴാണ് മിജോയുടെ അമ്മ പറയുന്നത്, അവർ സാമിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിനായി ഒരുപാട് വട്ടം കാങ്ഹോയോട് പറഞ്ഞതാണ്. പക്ഷേ അവൻ ചെയ്തു കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ദേഷ്യത്തിലാണ് അവരത് പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് തന്നെ അത് നീ കാര്യമാക്കണ്ട എന്ന് പറയും. കാങ്ഹോയുടെ അമ്മ സാമിൻ്റെ അമ്മയോട് ടെൻഷൻ ആകണ്ട, ഇന്ന് വരുമ്പോൾ ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. അത് കേൾക്കുന്ന സാമിൻ്റെ അമ്മയ്ക്കും ഒരുപാട് സമാധാനമാകും. കാങ്ഹോ കല്യാണം കഴിക്കാൻ പോകുന്നത് വലിയ കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ മരുമകളുടെ മുൻപിൽ സ്റ്റാൻഡേർഡ് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കാങ്ഹോയുടെ അമ്മയും പുതിയ ഡ്രസ്സും മേക്കപ്പും ഒക്കെ ഇട്ട് റെഡിയാവും. ഹായങ്ങിന് സമ്മാനമായി കൊടുക്കാനായി ഒരു ഡയമണ്ട് സെറ്റും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത്ര വില കൂടിയ സാധനമൊക്കെ ആണോ ഗിഫ്റ്റായി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് മിജോയുടെ അമ്മ കണ്ണു തള്ളും. പക്ഷേ ഇത് ഹായോങ്ങിനെ സംബന്ധിച്ച് ഒന്നും തന്നെയല്ല. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്ന ഖാങ്ങിനെയും ഹായോങ്ങിനെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ 2 പേരും അവിടെ എത്തും. ഹായോങ്ങിന് തീരെ ഇഷ്ടപ്പെടാതെയാണ് അങ്ങോട്ടേക്ക് വന്നത്. കാറിൽ ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവളും കൂടെ ചെല്ലും. ഗ്രാമത്തലവനായ ചായോ അവരെ 2 പേരെയും പാട്ടൊക്കെ പാടിയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത കാങ്ഹോ അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറിപ്പോകും. കാങ്ഹോയുടെ അമ്മ വളരെ സ്നേഹത്തോടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാനായി കൊണ്ടിരുത്തും. ഹായോങ്ങിനോട് മോള് കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞ് ആ ഒരു ഡയമണ്ട് സെറ്റും ഗിഫ്റ്റായി കൊടുക്കും. പെട്ടെന്നാണ് കാങ്ഹോ ഹായോങ്ങിനോട് പുറത്ത് കാറിൽ പോയിരിക്കാനായി പറയുന്നത്. അവൾ പോയി കഴിയുന്നതും കാങ്ഹോ അഡോപ്ഷൻ്റെ പേപ്പർ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കും. മോൾക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ, അതുകൊണ്ടാണോ നിങ്ങൾ ഇപ്പോഴേ മറ്റൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് കാങ്ഹോയുടെ അമ്മ ചോദിക്കുന്നതും, അല്ല, എന്നെ വോബിയോ കമ്പനി ഹെഡായ സോങ്വുവിൻ്റെ മകനായി ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഫോമാണെന്ന് പറയും. ഞാനല്ലേ നിന്റെ അമ്മ, ഞാനുള്ളപ്പോൾ എന്തിനാണ് നിന്നെ മറ്റൊരാൾ അഡോപ്റ്റ് ചെയ്യുന്നത്?
ഇതെല്ലാം പുറത്തുനിന്ന് ബാക്കിയുള്ളവരും കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സോങ്ങുവിൻ്റെ ലീഗൽ സണ്ണാകണം, എന്നാലേ എനിക്ക് ഹാങ്യുവിനെ കല്യാണം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് പെട്ടെന്ന് സീല് ചെയ്ത് തരാനായി കാങ്ഹോ നിർബന്ധിക്കും. അവരും സീൽ എടുക്കുന്നുണ്ടെങ്കിലും സീല് ചെയ്യാനായി അവരുടെ മനസ്സനുവദിക്കില്ല. സങ്കടത്തോടെ ഞാനിത് സീല് ചെയ്ത് തന്നെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ അമ്മയല്ലാതാകില്ലല്ലോ. സത്യം പറ, അവർ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ലേ എന്ന് വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കും. പക്ഷേ അവൻ മറുപടി ഒന്നും പറയില്ല. അവനും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവർ സീല് ചെയ്തു കൊടുക്കും. അതുമായി പോകാനിറങ്ങുന്നതും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിക്കും. നിങ്ങളോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ സന്തോഷമായി ആഹാരം കഴിച്ചിട്ടില്ല, എന്നിട്ട് എന്നോട് ഇപ്പോൾ സ്നേഹത്തോടെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കാങ്ഹോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പുറകെ ഗിഫ്റ്റായി കൊടുത്ത ആ ജ്വല്ലറി സെറ്റുമായി അവരും അവൻ്റെ പുറകെ പോകും. കാങ്ഹോ കുറേയധികം എക്സ്പെൻസീവ് സാധനം കാറിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെച്ച് കാറിൽ കയറുന്നതും കാങ്ഹോയുടെ അമ്മ ആ ജ്വല്ലറി ബോക്സ് കാറിന്റെ പുറകിലെ സീറ്റിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ പാതി വഴി എത്തുന്നതും ഹായോങ്, നീ ഈ ജ്വല്ലറി ബോക്സ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതിന്റെ നാറ്റം എനിക്ക് സഹിക്കാൻ വയ്യ എന്ന രീതിയിൽ അവൾ അസ്വസ്ഥത കാണിക്കുകയും ചെയ്യും. ഇത് കാണുന്നതും കാങ്ഹോയും കാറ് നിർത്തി ആ ബോക്സ് പുറത്തേക്ക് വലിച്ചെറിയും. വെള്ളമൊക്കെ കുടിച്ച ശേഷം പിന്നെയും യാത്ര തുടരും. കുറച്ചു കഴിഞ്ഞ് ഹായോങ് കാർ ഡ്രൈവ് ചെയ്യുന്നതും കാങ്ഹോ തൊട്ടടുത്ത സീറ്റിലിരുന്നുറങ്ങുന്നതുമാണ് കാണിക്കുന്നത്. ചൂട് സഹിക്കാൻ പറ്റാതെ ഹായോങ് കാറിന്റെ വിൻഡോ തുറക്കുന്നതും അതുവഴി കഴുത്തിൽ കെട്ടിയിരിക്കുന്ന സ്കാർഫ് പുറത്തേക്ക് പറന്നു പോകും. കാർ സൈഡിൽ പാർക്ക് ചെയ്ത് അത് എടുക്കാനായി പോകുന്നതും പെട്ടെന്നാണ് പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് ഒരു ലോറി വന്നിടിക്കുന്നത്. അങ്ങനെ ആ കാറോടെ മറിഞ്ഞ് താഴേക്ക് പോകും. ഇത് കണ്ട് നിലവിളിക്കുന്ന ഹായോങ്ങിനെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.